അപ്പൊ ഹായ് ഗൈസ്, സമയം 10 മണിയായിട്ടുണ്ട്. ഞാൻ എണീറ്റിട്ട് കുറച്ചായി. 8 മണി 8:30 കണ്ടായപ്പോ എണീറ്റ് 10 മണിയായിട്ടുണ്ട്. ബൈ ദ വേ, നമ്മുടെ സാംസങ്ങിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണുന്നുണ്ടോ? ഇതുണ്ടാ? അത് ഞാനാണ് കാണുന്നത്. ക്യാമറ കൂടെ കാണാൻ ഞാനത്. ഇത് കണ്ടോ? ഇവിടെയും പൊട്ടി, ഇവിടെയും പൊട്ടി. നമ്മളെ കൊച്ച് ധനുക്കുട്ടി എടുത്തൊരൊറ്റ പറഞ്ഞത് അവർക്ക് ദേഷ്യം വന്നപ്പോൾ നേരെ റോഡിലിട്ടിരുന്ന്. അതാണ് ഈ പരിവം. മറ്റേ നമ്മുടെ മോട്ടോളയും പൊട്ടിയായിരുന്നു. മോട്ടോള ഓൾറെഡി ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണ്. അത് പിന്നെ ഞാൻ പൊട്ടിച്ചത്. ഇത് അവള് പൊട്ടിച്ചത്, അവളുടെ സംഭാവന. മറ്റേത് എന്റെ സംഭാവന. അപ്പം നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ കാന്താരനെ പറ്റിയാണ് പറയാനുള്ളത്. എന്റെ മോനെ പറയാനായിട്ടാണ് കുറെ ഉണ്ട്. ഞാൻ പറയാം. പടം ഇന്നലെ ഒന്നര കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്ന് പടം കഴിഞ്ഞു. 1 മണി കഴിഞ്ഞിട്ടുണ്ട് പടം കഴിഞ്ഞിട്ട്. നമ്മള് ലുലുവിലാണ് പോയത്, PVR-ലാണ് പോയി കണ്ടത്. അപ്പൊ ലുലുന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് 1:45 അടുപ്പിച്ചാണ് പാർക്കിങ്. നമ്മൾ മറ്റേ മെട്രോന്റെ പാർക്കിങ്ങിൽ അങ്ങോട്ട് കാർ ഇട്ടത്. അപ്പൊ കാറൊക്കെ എടുത്ത് വന്ന് പോയപ്പോഴത്തേക്ക് 1:45. ഞാൻ തോന്നുന്നു 1:45 ഇവിടെ വന്നപ്പോഴത്തേക്ക് 2 മണി ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഉറങ്ങിയത്. 2 മണി കറക്റ്റ് 2 മണിയാറായപ്പോഴാണ് ഉറങ്ങുന്നത്. അയ്യോ, അന്നേരം ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മറ്റേ ഉറക്കപ്പിച്ചയിലും ആ ലൂപ്പിൽ പെട്ട് കിടക്കുമായിരുന്നു. അന്നേരം ഞാൻ എന്ത് പറഞ്ഞ കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഞാനത് ഫ്രഷ് ആയിട്ടിരുന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ വിട്ടുപോകും പറയാനായിട്ട്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പടത്തിനെ പറ്റി. അപ്പം അത് നമ്മൾ ഫ്രഷ് ആയിട്ടിരുന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതായത് രാവിലെ എണീറ്റ് ഞാൻ പറഞ്ഞാൽ രാവിലെ എടുത്ത് റിവ്യൂ ഇടാം. അല്ലെങ്കിൽ രാത്രി ഞാൻ ഉറക്കപ്പിച്ചിൽ വല്ലതൊക്കെ വിളിച്ച് പറയും. നിങ്ങൾ വിചാരിക്കും ഞാൻ വെള്ളം അടിച്ചിട്ടിരിക്കുകയാണ്. ഒന്നുമല്ല, പടം കണ്ടതിന്റെ ആ ഒരു ലൂപ്പ്, പിന്നെ ഇന്നലത്തെ ഉറക്കക്ഷീണം, 2 മണിക്ക് വന്നതിന്റെ ആ ഒരു പ്രശ്നം ഞാൻ പറയാം. 10:10 കണ്ടായിരുന്നു ഷോ PVR-ല്. അപ്പൊ ഞാൻ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ പറയാനാണെങ്കിൽ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത്. കാര്യം ആ ഒരു സൗണ്ട് എഫക്റ്റ് അല്ലെങ്കിൽ ആ സൗണ്ട് വിഷ്വൽ ക്വാളിറ്റി ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫീൽ അറിയത്തുള്ളൂ. ബൈദവേ, ഞാൻ കണ്ടത് കന്നഡ വെർഷൻ, ഒറിജിനൽ കന്നഡ വെർഷനാണ് ഞാൻ കണ്ടത്. സബ് ടൈറ്റിലോട് കൂടി കന്നഡ വെർഷൻ കണ്ടത്. കാര്യം ചിറ്റൊക്കെയാണ് ബുക്ക് ചെയ്തത്. അപ്പൊ അവരുടെ കൂടെ പോയാണ് കണ്ടത്. അവർക്ക് കന്നഡ അറിയാവുന്നതുകൊണ്ട്, അവർ മൈസൂരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കന്നഡ അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ ബുക്ക് ചെയ്തത്. മലയാളം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ തിയേറ്ററിൽ. PVR-ൽ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ മലയാളം വെർഷൻ. മലയാളം തമിഴോ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. എന്ത് വർഷം കണ്ടാലും കന്നഡ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടപ്പോഴത്തേക്കും പടം തുടങ്ങിയപ്പോൾ തൊട്ട് മറ്റേ സബ് ടൈറ്റിൽ വായിച്ചുകൊണ്ടിരുന്നു. പടം അങ്ങ് തുടങ്ങി കയറി. പിന്നെ എനിക്ക് സബ് ടൈറ്റിൽ നോക്കേണ്ട കാര്യമില്ല. കാര്യം സബ് ടൈറ്റിൽ നോക്കാൻ സമയം കിട്ടണില്ല. നമ്മൾ ഇങ്ങനെ അങ്ങ് ഇരുന്നു പോകും, കണ്ണ് തള്ളി ഇരുന്ന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു പടം കണ്ട് കണ്ണ് നിറയെ അല്ലെ തൊഴുത് നിൽക്കും ആ പടം കണ്ടു കഴിഞ്ഞാൽ. പടം തുടക്കത്തിൽ തൊട്ട് ഞാൻ സബ് ടൈറ്റിൽ വായിക്കാൻ തുടങ്ങി. ഓക്കെ, പടം തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ സബ് ടൈറ്റിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് എനിക്ക് സബ് ടൈറ്റിൽ നോക്കാൻ തോന്നുന്നില്ല. അതായത് ഞാൻ ഇങ്ങനെ പടത്തിലിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു. കന്നഡ സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടാൽ പോലും മനസ്സിലാത്ത ഒരാളാണ്. അത് തുളു അങ്ങനത്തെ ലാംഗ്വേജ്. അത് ഒറിജിനൽ കന്നഡയാണ്, ലോക്കൽ കന്നഡ എന്നാണ് അവർ ചിറ്റവനൊക്കെ പറഞ്ഞത്. ഒറിജിനൽ കന്നഡ എന്നാണ് പറഞ്ഞത്. അതായത് ലോക്കൽ സംസാരിക്കുന്ന കന്നഡ, തുളു കന്നഡ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒറിജിനൽ വെർഷൻ അറിയാമെങ്കിൽ ജസ്റ്റ് അറിയാവുന്ന കമന്റ് ചെയ്താൽ മതി. ബാക്കി എല്ലാവരും തമിഴ് മലയാളമൊക്കെ ആയിരിക്കും ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്നു. ഞാൻ പോയി കണ്ടത് കന്നഡ വെർഷൻ. അന്നേരം പടത്തിനെ പറ്റി ഞാൻ പറയാനായിട്ടാണെങ്കിൽ, ഋഷഭ് ഷെട്ടി ആസ് എ ഡയറക്ടർ ഫണ്ണി വെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല. ഋഷഭ് ഷെട്ടി ആസ് എ ഡയറക്ടർ വേറെ ലെവൽ. എന്താ വെച്ച് എന്നടാ പണി വെച്ചെടുക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഐറ്റം. ആസ് എ ഡയറക്ടർ. ഇനി ആസ് എ ആക്ടർ, മോനെ അങ്ങേര് സത്യം പറഞ്ഞാൽ ഇതാണ് പാർട്ട് 1. നമ്മുടെ കാന്താര ചാപ്റ്റർ 1 ഒറിജിനൽ വെർഷൻ ഇതാണ്. മറ്റേത് സ്വീക്വൽ പ്രീക്വൽ. അതെന്താണ് സ്വീക്വൽ അല്ലേ? മറ്റേ നമ്മൾ ആദ്യം ഇറങ്ങിയത് പാർട്ട് 2 അല്ലെങ്കിൽ സ്വീക്വലാണ് ഇതതിന്റെ പ്രീക്വൽ. അങ്ങനെയാണെന്നാണ്, പ്രീക്വൽ എന്നല്ലേ പറയുന്നത് അതിന്. അതായത് ഇത് ആദ്യ പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഫോണിലാണ്, തിയേറ്ററിലല്ല കണ്ടത്. ഇത് പറഞ്ഞു കേട്ട് ഞാൻ കാണുന്ന പടമാണ് കാന്താര. ഫോണിൽ കണ്ടു. ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് കാന്താര ഫസ്റ്റും അല്ലെങ്കിൽ കാന്താര സെക്കൻഡ് പാർട്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ സാധനം നമ്മൾ പറയുമ്പോൾ പാർട്ട്, അത് ഫസ്റ്റ് പാർട്ടും ഇത് സെക്കൻഡ് പാർട്ടുമാണ്. പക്ഷെ ഇതാണ് ഒറിജിനൽ കാന്താര. അത് ഋഷഭ് ഷെട്ടി, ഐ മീൻ ആ കഥ അവരുടെ കഥയാണ്. അവിടുത്തെ എന്താണ് ആ ക്യാരക്ടറിന്റെ പേരൊന്നും എനിക്കറിയില്ല, കണ്ടിട്ട് കുറെ വർഷമായില്ലേ. അപ്പം അവന്റെ കഥയാണ് ഒറിജിനൽ. ഇത് കാന്താരന്റെ കഥയും അവന്റെ അച്ഛന്റെ കഥയുമാണെന്നാണല്ലോ പറയുന്നത്. ഒറിജിനൽ കാന്താര എന്താണെന്നാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. പിന്നെ കണ്ടിട്ടില്ലാത്തവരെ പോയി കാണുക. ഞാൻ സ്പോയിലർ ഒന്നും പറയുന്നില്ല. കാര്യം സ്പോയിലർക്ക് പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാം. അതില് വരുന്ന ജസ്റ്റ് ഒരു, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ, അല്ലെങ്കിൽ അതിനകത്ത് വെറുതെ ഒന്ന് നടന്നു പോകുന്ന ആൾക്ക് വരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എണീറ്റ് തൊഴും. വെറുതെ ഒരു പാസിംഗ് ഷോട്ട് പോകുന്ന ഒരാൾ വരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിന്ന് തൊഴുതോണ്ട് നിൽക്കും. ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ ഇരുന്നത്, ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്നു. കാര്യം ഞാൻ പറയുകയാണെങ്കിൽ PVR കണ്ടുകൊണ്ടാണോ സൗണ്ട് എഫക്റ്റിന്റെ ഇതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിഷ്വൽ എഫക്റ്റ്, വിഷ്വൽ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി മാസ് പക്ക. ഒരു ഋഷഭ് ഷെട്ടി അഴിഞ്ഞാട്ടാണ് ആ പടത്തിൽ ഫുള്ള്. ആസ് എ ഡയറക്ടറും ആസ് എ ആക്ടറും ഒരു അഴിഞ്ഞാട്ടം, കംപ്ലീറ്റ് അഴിഞ്ഞാട്ടാണ് പുള്ളിയുടെ, ഋഷഭ് ഷെട്ടിന്റെ. മോനെ പുള്ളി എന്ത് കാണിച്ചു വെച്ചേക്കണം അതില്. പുള്ളി എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി എന്തോ 2 വർഷം കണ്ട് ഈ പടത്തിന്റെ പുറകെ. എനിക്ക് തോന്നുന്നു കാന്താര ഫസ്റ്റ് എപ്പോഴാണ് ഇറങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2021 കണ്ടാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് അറിഞ്ഞൂടാ, കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തതുകൊണ്ടാണ്. നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണം പറഞ്ഞുതരാം. എന്നാലും
പടത്തിനെ കുറിച്ച് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. കാരണം പറഞ്ഞു വരുമ്പോൾ സ്പോയിലറാണ്. ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഓരോരോ സീൻ ബൈ സീനായിട്ട് പറയാനാണെങ്കിൽ കുറെ ട്വിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ പോയി തിയേറ്ററിൽ പോയി കാണണം. അത്യാവശ്യം ഞാൻ തിയേറ്ററിൽ പോയിട്ട് നല്ല ഫുൾ ഹൗസ് ഫുള്ളോട് കൂടിയാണ് കാണുന്ന പടം. ഓക്കെ, അതും 10 മണിയുടെ ഷോ. അതിന് മുമ്പത്തെ ഷോയും നല്ല തിരക്കോട് കൂടി ഞങ്ങൾ കയറുമ്പോഴത്തേക്ക് ഒരു ഫുള്ള് സീറ്റ് ഹൗസ് ഫുള്ളായിട്ടാണ് ഫുള്ളി പടം ഇറങ്ങി പോകുന്നത്. നിങ്ങൾ കയറുന്നതിന് മുമ്പത്തെ ഷോ ഇറങ്ങുന്നത്. ഓക്കെ, അത് കൂടാതെ എല്ലാ തിയേറ്ററിലും ഇപ്പൊ PVRന്റെ കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി എല്ലാ തിയേറ്ററിലും നല്ല രീതിയിൽ ഹൗസ് ഫുള്ളായിട്ട് ഓടുന്ന പടമാണ്. ഇപ്പൊ തന്നെ 6 കോടി മേൽ കഴിഞ്ഞിട്ടുണ്ട്. 6 കോടി ഫസ്റ്റിലെ 6 കോടി കളക്ഷൻ ഏതാണ്ട് മലയാളത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ 6 കോടിക്ക് മേൽ കഴിഞ്ഞു. ഇപ്പൊ എത്ര കോടിയാണെന്ന് അറിയത്തില്ല. ഇതിന്റെ ഇപ്പൊ ഓരോന്ന് ഇൻസ്റ്റയിൽ വരുന്ന വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും കാന്താര എന്ത്, അതിപ്പോ ഏത് മനസ്സിലായി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കന്നഡ കണ്ടിട്ട് മനസ്സിലാകാത്തവന് വരെ മനസ്സിലാകുന്ന ഒരു പടമാണ് കാന്താര. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വിഷ്വൽ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം ഫസ്റ്റ് ഹാഫ് ഞാൻ പറയാം. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ അങ്ങ് പടം ഇങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ കയറി വന്ന് ഇന്റർവെല്ലിന് മുമ്പ് ഒരു സാധനം അങ്ങ് ഇട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് അന്ന് വെച്ചാൽ അവിടം വരെ ഇങ്ങനെ നിന്ന് പടം പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ താഴത്തോട്ടല്ല പോകുന്നത്, പിന്നെ ഇങ്ങനെ ഒരു കയറി അതായത് ഫസ്റ്റ് ഹാഫിൽ ഒരു കയറ്റത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പിന്നെയും കയറി ക്ലൈമാക്സിലെത്തുമ്പോഴത്തേക്കും മറ്റേ പീക്കി കൊണ്ട് നിർത്തിയിരിക്കുക. ഇനി എന്റെ തേർഡ് പാർട്ട്, അയ്യോ എന്തായാലും ഞാൻ ഇതിന്റെ തേർഡ് പാർട്ട് എന്തായാലും കണ്ടത് എപ്പോൾ ഇറങ്ങിയാലും ഞാൻ പോയി കാണാതിരിക്കുകയല്ല. കാര്യം ഫസ്റ്റ് പാർട്ട് അതായത് എന്താണ് ചാപ്റ്റർ 1 ആയത് ഇപ്പൊ കണ്ട ചാപ്റ്റർ 1 കണ്ട് അതിന്റെ എന്താ പറയുന്നത് സീക്വൽ ആയിട്ടുള്ള കാന്താരയും കണ്ട്, ഇത് ഇതല്ലേ പ്രീക്വല്. അപ്പൊ ഈ പ്രീക്വലും കണ്ട് സീക്വലും കണ്ട് ഇനി അതിന്റെ ലാസ്റ്റ് എന്റെ എന്താണെന്ന് എനിക്കിനി അറിയണം. ഇപ്പൊ ലോക കണ്ട പോലെ തന്നെയാണ് ഇപ്പൊ എനിക്ക് ഇതും പറയാനായിട്ടുള്ളത്. കാര്യം നമ്മള് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വേൾഡിലേക്ക് ഇൻവോൾവ് ആയി പോയ പോലെ ഇരിക്കും. നമ്മൾ ആ വേൾഡിൽ ആ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ലാസ്റ്റ് നമ്മൾ ആ വരാഹ രൂപം എന്ന് പറഞ്ഞ ആ പാട്ടും കൂടെ വന്ന് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. നമ്മളിങ്ങനെ ദൈവമേ എന്നും പറഞ്ഞു ഈ വിശ്വാസം ഇല്ലാത്തവർ പോലും വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഈ എന്താ പറഞ്ഞ അന്ധവിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും അവരെ പോലും വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. ക്ലൈമാക്സ് ഒക്കെ പീക്കെന്ന് പറഞ്ഞാൽ പോരെ തീയില് കൊണ്ടാണ് നിർത്തിയിരിക്കണം. അതായത് പീക്കിന്റെ എക്സ്ട്രീം പീക്കിലാണ് കൊണ്ട് നിർത്തണം ക്ലൈമാക്സ്. പടം ഒരു സ്ഥലത്തും ഡൗൺ ആകുന്നില്ല. പടം തുടങ്ങുന്ന ഗ്രാഫ് ഇങ്ങനെ മേപ്പോട്ടെ കയറും, താപ്പോട്ടെ എങ്ങും വരുന്നില്ല. എവിടെയും ബോറടിക്കുന്നില്ല. എവിടെയും ബോറടിക്കുന്നില്ല. പടം ഇങ്ങനെ ഒരു സ്ലോ പേസിൽ കയറി വന്ന് അടുത്ത പീക്ക് ഓഫ് ദ പീക്കിൽ കൊണ്ടൊരു എത്തിച്ചു വെക്കും. ഒരു കത്തിക്കല് എന്ന് പറഞ്ഞാൽ ഋഷഭ് ഷെട്ടി അഴിഞ്ഞാട്ടം. ആറാട്ട് ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സാധനം. ഇതാണ് ഒറിജിനൽ ആറാട്ട്. ഋഷഭ് ഷെട്ടി അഴിഞ്ഞാട്ടം പുള്ളിയാണ് പടം. പുള്ളി പടമുണ്ട്. പിന്നെ അതിനകത്ത് പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്. ഋഷഭ് ഷെട്ടി നമ്മളെ ജയറാമേട്ടനെ യൂസ് ചെയ്തിരിക്കുന്നത് എന്റെ മോനെ വിഷയം. ഇങ്ങനെ വേണം പുള്ളിയെ ഒരു പടത്തിൽ കൊണ്ടുവന്നില്ല. അല്ലാണ്ട് തമിഴിലും തെലുങ്കിലും പുള്ളിനെ കൊണ്ടുവന്ന ഒരു വെച്ചിട്ട് വെറുതെ കോമഡി പീസാക്കിയ ജയറാമേട്ടനെ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ ആ ഒരു ആക്ടറിന്റെ മൊത്ത സത്ത് ഉൾപ്പെടെ പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് ആ പടത്തില്. ക്ലൈമാക്സിലൊക്കെ പുള്ളിയുടെ ഒരു എൻട്രി ഉണ്ട് മോനെ. പുള്ളി എന്റെ മോനെ എന്ത് നമ്മൾ ജയറാമേട്ടനെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ജയറാം എന്ന് പറഞ്ഞ ഒരു നടനെ നമ്മൾ എങ്ങനെയാണോ ഇതുവരെ കണ്ടിട്ടുള്ള അതിന്റെയൊക്കെ വേറെ എന്തോ ഒരു വർഷം. ഞാൻ പുള്ളിയുടെ മറ്റേ പടം കണ്ടിട്ടുള്ളൂ. ഗെയിം ചേഞ്ചർ, അതായത് രാംചരൺ തേജയുടെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ. ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളിയെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഞാൻ പറയും ഈ ഒരു തെലുങ്കിൽ പുള്ളി ഒരു കോമഡി പീസാക്കി വെച്ചിരിക്കുന്ന ഇനി ആ ഒരു ലെവലിൽ പുള്ളി മാറും. പുള്ളി വേറെ എന്തോ പടത്തിലൊക്കെ ഉണ്ട്, റെട്രോയിലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ റെട്രോ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ട പോലെ ഉള്ള പോലെ ഉണ്ട്. ജോർജും ജയറാമേട്ടനും ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ആ മനുഷ്യനെ ഇതിൽ പുള്ളി എന്താണ് ജയറാമൻ എന്ന് പറഞ്ഞൊരു നടൻ, അല്ലെങ്കിൽ ആ ഒരു നടൻ എന്താണ്, അല്ലെ പുള്ളിയുടെ കാലിബർ എന്താണെന്ന് ഋഷഭ് ഷെട്ടി അറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ മലയാളത്തിൽ എന്തൊക്കെ പുള്ളി കാണിച്ചിട്ടുണ്ടോ അതിന്റെ പുള്ളി കോമഡി ലെവലിലാണ് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ തെലുങ്കിൽ ചെന്നിട്ട് പുള്ളിയെ മൊത്തം ഒരു കോമഡി പീസ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കാന്താര കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരും അങ്ങനെ പറയൂല. പുള്ളിയുടെ അടുത്ത പീക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മൊത്തം ഉണ്ട് അതിനകത്ത്. പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം കൂടി ഉണ്ട്. ഫസ്റ്റ് അങ്ങനെ വിചാരിക്കാം ഇങ്ങനെ ഒരു ഗുണമില്ലാത്തൊരു മനുഷ്യനെന്നൊക്കെ ഇങ്ങനെ വന്ന് ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്ക് ഇതാരുടെ ഇത് ജയറാമേട്ടൻ തന്നെ ഇതാരീതി വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു. ആ രീതിക്ക് പുള്ളി അങ്ങ് പ്രസന്റ് ചെയ്തിരിക്കും. പുള്ളി അങ്ങ് കയറി മറ്റെന്തോ പുള്ളിയുടെ അഴിഞ്ഞാടാനും കണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ലൈമാക്സിൽ പുള്ളി അങ്ങൊരു ഒഴിഞ്ഞാട്ടം. പിന്നെ ആ നടി നമ്മളെ ഇപ്പോഴത്തെ മദ്രാസിക്കകത്തുള്ള നടിയുണ്ട്. എനിക്ക് ആ നടിയുടെ പേര് കേട്ടുകൂടാ. മറ്റേ ഞാൻ മിനിഞ്ഞാന്നങ്ങനെ മദ്രാസി
ശിവാർത്തിയന്റെ പടം കണ്ടത്. അതിനും ആ നടി കൊള്ളാം. പുള്ളിക്കാരി തെലുങ്കാണ് തമിഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിക്കാരി ചെയ്ത് വെച്ചേക്കണത് വേറെ ലെവല് ഓജി സാധനം. പിന്നെ എനിക്ക് അതിനകത്ത് കോമഡി ആയിട്ട് തോന്നുന്നത്, കോമഡി അല്ലെങ്കിലും കോമഡി ഉണ്ട് കേട്ടോ, പടത്തിൽ ഫുള്ള് കോമഡി ഉണ്ട്. പക്ഷെ കന്നഡ ആയതുകൊണ്ടും എനിക്ക് കുറച്ച് കോമഡി കണക്ട് ആയി. കുറച്ച് ഭാഷയുടെ പ്രശ്നമാണ് അത്. ഇപ്പൊ ഞാൻ എനിക്ക് എന്തായാലും ഒന്നുകൂടെ കാണാം. തമിഴോ മലയാളം കാണാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, എന്നാലും തമിഴെങ്കിലും ഞാൻ കാണാൻ നോക്കും. എനിക്ക് തമിഴ് ഇങ്ങനെ തെലുങ്ക് തുടങ്ങി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്ക് കൂടെ എല്ലാം എനിക്ക് തമിഴ് കാണാം, അല്ലെങ്കിൽ തെലുങ്ക് കന്നഡ മൂവീസ് ഒന്നെങ്കിൽ തമിഴെ ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ മെയിനായിട്ട്. കാര്യം എനിക്ക് അങ്ങനെ കാണാനൊരു ഇൻട്രസ്റ്റ് ഉള്ളത്. അതെന്താന്ന് എനിക്ക് അറിയാം. തമിഴ് അറിയാവുന്നതുകൊണ്ട് അല്ല, മലയാളത്തിൽ കാണുന്നത് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യണ തമിഴായിരിക്കും. ഞാൻ ഫസ്റ്റ് തെലുങ്ക് കന്നഡ പടം ഞാൻ ഗെയിം ചേഞ്ചർ തമിഴാണ് കണ്ടത്. അതുപോലെ കുറെ പടം മറ്റേ എന്താണ് മഹാവതാർ നരസിംഹം ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ അനിമ അല്ലല്ലോ, ആ ഒരു മൂവി, അനിമേഷൻ മൂവി, അത് ഞാൻ തമിഴാണ് കണ്ടത്. ഞാൻ മലയാളം അല്ല കണ്ടത്, തമിഴാണ് കണ്ടത്. ഫസ്റ്റ് ഞാൻ തമിഴ് കണ്ട് പിന്നെ മലയാളം കണ്ട്. അതിന്റെ ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് തമിഴാണ്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെയുള്ള പടങ്ങള് ഹിന്ദി ആയാലും ഹിന്ദി ഓക്കെ, ഹിന്ദി ആണെങ്കിൽ ഞാൻ ഹിന്ദിയിൽ കാണും. ഹിന്ദി മൂവീസ് എല്ലാം ഹിന്ദിയിൽ അവർ കണ്ടത്. ജവാൻ തമിഴാണ് കണ്ടതെന്ന് തോന്നുന്നു. ജവാൻ തമിഴും ഹിന്ദിയും കണ്ടു ഞാൻ. അതുപോലെ ബ്രഹ്മാസ്ത്ര ഹിന്ദിയിലാണ് കണ്ടത്. അങ്ങനത്തെ ഹിന്ദി മൂവീസ് ഹിന്ദി തന്നെ ഞാൻ കാണും. എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഓക്കെ. അതുപോലെ ഇപ്പോ എന്താ പറയാ, തമിഴ് മൂവി പിന്നെ തമിഴിലെ കാണത്തില്ല, മലയാളത്തിൽ ഞാൻ ഒട്ടും കാണത്തില്ല. മലയാളവും മലയാളത്തിലും ഓക്കെ, അതിന് അങ്ങനെ കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അതിന്റെ സുഖമില്ല. പക്ഷെ ഞാൻ ഇതുപോലെ കന്നഡ, തെലുങ്ക്, ഹിന്ദി ഒക്കെ ഫസ്റ്റ് ഹിന്ദി മൂവി ഫസ്റ്റ് ഹിന്ദി ഉണ്ടോ നോക്കും, ഹിന്ദി വെർഷൻ ഹിന്ദി ഒറിജിനൽ വെർഷൻ ഉണ്ടോ നോക്കും, അല്ലെങ്കിൽ തമിഴെ പ്രിഫർ ചെയ്യത്തുള്ളൂ. അതുപോലെ കന്നഡ, തെലുങ്ക് മൂവീസ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് തമിഴായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മലയാളം ഡൗൺലോഡ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ മലയാളത്തിൽ തമിഴ് കണ്ടിട്ട് പിന്നെ മലയാളത്തിൽ കാണാൻ നോക്കും. മിക്കപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി ആണെങ്കിൽ ഞാൻ പിന്നെ അതിന്റെ മലയാളം കാണത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ഗെയിം ചേഞ്ചർ ഞാൻ തമിഴിൽ തന്നെ കണ്ടു, മലയാളത്തിലൊന്നും ഞാൻ കണ്ടില്ലത്. ബ്രഹ്മാസ്ത്ര ഞാൻ ഹിന്ദി കണ്ടിട്ട് പിന്നെ അത് മലയാളത്തിൽ കണ്ടു. അങ്ങനെ ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന തമിഴ്. എനിക്ക് ഇനി തമിഴ് ഒന്നുകൂടെ കാണണം, തമിഴോ മലയാളോ ഏതെങ്കിലും ഒന്ന് ഞാൻ കാണും എന്തായാലും. ഒരു പ്രാവശ്യം കൂടെ എന്തായാലും ഞാൻ പടം കാണാൻ പോകുന്നുണ്ട്. അത് ഒന്നുകൂടെ അതിനകത്തോട്ട് ഒന്ന് ഇരുത്തി ഇറങ്ങാൻ വേണ്ടിയാണ്. അല്ലാണ്ട് പടം ഫസ്റ്റ് എനിക്ക് കന്നഡ മനസ്സിലാകുകയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ലാംഗ്വേജിന് പ്രശ്നമല്ല. കാന്താരയ്ക്ക് ലാംഗ്വേജ് ഒട്ടും ഒരു പ്രശ്നമല്ല. അത് ഞാൻ ഇപ്പൊ പറയാം. ഞാൻ വേറെ മൂവി ആണെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ അത് കന്നഡ കാണത്തില്ല, ഒട്ടും അറിയാത്ത ലാംഗ്വേജ് ആയതുകൊണ്ട്. ഇപ്പൊ കന്നഡ അറിയാമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പ്രിഫർ ചെയ്യുന്ന കന്നഡ തന്നെ കാണാനായിരിക്കും. പിന്നെ അത് ലോക്കൽ തുളു ലാംഗ്വേജും കൂടെ ആയത് കാരണം നമുക്ക് പെട്ടെന്ന് കത്തത്തില്ല. പിന്നെ സബ് ടൈറ്റിൽ ഒന്ന് വായിച്ചെടുക്കണം. പിന്നെ എനിക്ക് തുടക്കം മാത്രമേ ഞാൻ സബ് ടൈറ്റിൽ നോക്കിയിട്ടുള്ളൂ, പിന്നെ സബ് ടൈറ്റിലോട്ട് കണ്ണു പോയിട്ടില്ല. കാര്യം വിഷ്വലി തന്നെ നമ്മൾ ആ ഒരു വേൾഡിലേക്ക് കയറുകയാണ്. അതായത് കാന്താര എന്ന് പറഞ്ഞ, അതായത് ഫസ്റ്റ് പടം ഇങ്ങനെ തുടങ്ങി ഒരു കഥയിൽ കൂടെ പോയിട്ട് കാന്താര എന്ന് പറഞ്ഞ ഒരു പ്ലേസിലേക്ക് ചെന്ന് കയറി അതിന്റെ ഒരു ഭീകരത, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് കാന്താര എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടെ ഒരു ബിൽഡപ്പ്, ഇപ്പം ഒരു ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഒരു കാന്താര എന്താണെന്നൊരു ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ വരും. പിന്നെ അങ്ങോട്ട് നമുക്ക് ഒന്നും നോക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഫുള്ള് പടത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ ശ്രദ്ധിച്ച്, ഞാൻ തൊട്ടടുത്ത് ചേച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ മറ്റേ ഇത് മതം പറയുമല്ലോ, ഒരു മുസ്ലിം ചേച്ചി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുള്ളിക്കാർ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടു. ഇങ്ങനെ ഇതൊരു മതം പറച്ചിലൊന്നും അല്ല ഗൈസ്, അതാണ് പടത്തിന്റെ ഒരു എന്താ പറയുന്ന ആ പടത്തിന്റെ ഒരു എഫക്റ്റ്. ആ ഒരു പുള്ളിക്കാരി ഇങ്ങനെ തൊഴുതുകൊണ്ട് ക്ലൈമാക്സ് ആ പാട്ട്, മറ്റേ വരാഹരൂപം എന്ന് പറഞ്ഞ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഡിവൈൻ പവർ എന്നാണ് ഞാൻ ഒരിക്കലും ജാതി മതം ഒന്നും ഇതിനകത്ത് വലിച്ചടക്കുമല്ല. അതിന്റെ പവറാണ്, ആ പടത്തിന്റെ പവറാണ് ഞാൻ പറയുന്നത്. അതാ പറഞ്ഞ അന്ധവിശ്വാസികൾ പോലും വിശ്വാസത്തിലേക്ക് എത്തിക്കും. ഇപ്പൊ ദൈവം ഇല്ലാന്നും പറഞ്ഞ് നടക്കുന്നവരൊക്കെ പടം കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഈ വീഡിയോ വരുന്നുണ്ട് റീൽസിൽ, അതായത് പണം കണ്ടു വരക്ക് ഫുഡ് ഗുളികം കയറി അല്ലെങ്കിൽ ബാധ കയറി എന്നൊക്കെ പറയുന്നു. ബട്ട് അത് ഒരിക്കലും ഒരു ബാധ കയറ്റല്ല കേസ്. ഞാൻ പറഞ്ഞു വരുവാണെങ്കിൽ ഇതിനെപ്പറ്റി സൈക്കോളജി പരമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഏകദേശം എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് സംഭവിക്കുന്ന കാര്യമാണ് ഈ ബാധ കയറല്, ബഹളം. ചിലവർ കാണിക്കുന്ന ആക്ടിങ് ആണ് അതല്ല ഞാൻ പറഞ്ഞ ഒറിജിൻ. ഇപ്പൊ കർണാടകയിൽ കുറെ പേർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ചിലവർ തലറങ്ങി പോകും, ചിലവർക്ക് ബാധ കയറി, അല്ലെങ്കിൽ ചിലവർക്ക് ഇത് വന്നു, എന്തൊക്കെയോ മറ്റേ അവർക്ക് എന്തോ സംഭവിച്ചു, ചിലവർ തലകറങ്ങി വീണു, ചിലവർ ബോധം കെട്ട് വീണു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും പ്രശ്നമായി. സിനിമ ഇറങ്ങിയപ്പോ തൊട്ട് കുറെ കഥകൾ വന്നല്ലോ. ഇപ്പൊ സിനിമ ഷൂട്ടിങ്ങിനിടെ കുറെ പേര് മരിച്ചു, അതൊക്കെ ഇതിന്റെ എന്തോ ആണ്, ഗുളികനാണ്, അല്ലെങ്കിൽ അത് സംഭവിച്ചതിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ പുള്ളി റിസപ്ഷന്റെ തന്നെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, ആരൊക്കെ പഠിച്ചിറക്കിയിട്ടുണ്ട്, അതിന്റെ സെറ്റിൽ പോലും ആരും വെള്ളം അടിക്കത്തില്ല, ഇറച്ചി പോലും വെള്ളം അടിക്കാൻ ആ സെറ്റിൽ കയറാൻ പാടില്ല, മാംസം ഒന്നും കഴിക്കരുതെന്നും പറഞ്ഞ് പുള്ളി പറഞ്ഞിട്ട് അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്. അത് ആരാ പറഞ്ഞുണ്ടാക്കിയെന്ന് പോലും പറഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച അങ്ങനെയായിരിക്കും പടർത്തുക. അങ്ങനെയൊന്നും ഞാനൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ്. അതുപോലെ തന്നെ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മൈൻഡ് സെറ്റ്. കാര്യം നമ്മൾ പടത്തിന് തുടക്കം തൊട്ട് നമ്മൾ
നമ്മൾ ആ പടത്തിലേക്ക് ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ആ പടത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കും, നമ്മളിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക പടത്തിലേക്ക്. ഓക്കെ, നമ്മൾ അതിനകത്തോട്ട് ഇങ്ങനെ നമ്മളിപ്പോ അതിനകത്തൊരു ക്യാരക്ടറായിട്ട് ചിന്തിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ആധികാരികമായിട്ട് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് അതാണ് അറിവുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇത് എന്റേതായ ഒരു കണ്ടെത്തലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്റേതായ ഒരു കണ്ടെത്തലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റേതായ ഒരു ഏകദേശം കുറച്ച് ഇതിനെ പറ്റിയൊക്കെ ഒന്ന് ഞാൻ റിസർച്ച് ചെയ്യുന്നതുകൊണ്ട്, ഐ മീൻ റിസർച്ച് ഒന്നും അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നില്ല, ഇതിനെപ്പറ്റി ഇങ്ങനെ അറിയാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യം പറയാം. അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ ഈ ചുരുളി സിനിമയിൽ എന്താ സംഭവം, അതൊരു ലൂപ്പാണ്. ആ ലൂപ്പിൽ പെട്ട് കിടക്കുന്നു നമ്മൾ ആ ലൂപ്പിലോട്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് ആ ലൂപ്പിലാണ്. അതുപോലെ ബ്രഹ്മയുഗത്തിലും അത് തന്നെ ഒരു ലൂപ്പാണ്. ആ ചാത്തന്റെ ലൂപ്പിലേക്ക് ചെന്ന് കയറിയിട്ട് അവൻ തിരിച്ചിറങ്ങുമ്പോൾ അവന് പ്രായമായി വരുന്നുണ്ട്. അതുപോലത്തെ ഒരു ലൂപ്പാണ് കാന്താര എന്ന് പറഞ്ഞൊരു ലൂപ്പ്. നമ്മൾ ആ വേൾഡിലേക്കാണ് കയറി പോകുന്നത്. ഓക്കെ, നമ്മൾ ആ വേൾഡിൽ കയറി പോകുമ്പോൾ നമ്മൾ അതിനകത്തൊരു, ഞാൻ തന്നെ പലതവണ ചിന്തിച്ചു. ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും, എന്റെ പടം കണ്ട് ഇറങ്ങിയപ്പോഴും, ഇന്നലെ രാത്രി കിടന്ന് ഇന്ന് രാവിലെ എണീക്കുമ്പോഴേ എനിക്ക് മറ്റേ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എന്ന് പറഞ്ഞ ആ ഒരു ബീജിയം, ആ സൗണ്ടൊക്കെ ഇങ്ങനെ ചെവി ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ അതുകൊണ്ട് എത്ര താമസിച്ചത്, ഞാൻ 8 മണിക്കെങ്ങാണ്ട് എണീറ്റ്, 8 മണിക്ക് 8:30 എണീറ്റിരിക്കുക. അന്നേരം വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് അത്രയും നേരമായിട്ട് ഞാൻ ആ ലൂപ്പിൽ തന്നെ, ഇപ്പോഴും ആ ലൂപ്പിൽ തന്നെ ഇരിക്കും. ഇപ്പോഴും എനിക്ക് പടങ്ങൾ ഇങ്ങനെ ആ വിഷ്വലൊക്കെ ഇങ്ങനെ ഇങ്ങനെ മിന്നളഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ആ വിഷ്വലിലേക്ക് ഇങ്ങനെ കയറി ചെന്ന്, അല്ലെങ്കിൽ ആ വിഷ്വല്, അല്ലെങ്കിൽ ആ ഒരു എഡിറ്റിങ്, അല്ലെങ്കിൽ ആ സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിൽ ചിലപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ അതായിട്ട് ചിന്തിച്ച് നമ്മളിപ്പോ നമ്മുടെ മൈൻഡിൽ അങ്ങനെ അപ്പൊ നമ്മളാണത് അതങ്ങനെ ചിന്തിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കട്ടായി പോയിട്ട് നമ്മൾ അതായി മാറുന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും ബാധ കയറുന്നൊന്നും ഗുളികം കയറുന്നൊന്നും അല്ല. അങ്ങനെയൊന്നും ഗുളികം കയറത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇതിന് ആരും താഴെ വന്ന് ഒന്നും പറയാൻ നിൽക്കരുത്. ഓക്കെ, നമ്മള് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ചിന്തിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ആ ലൂപ്പിൽ പെട്ട് നമ്മളതായി, നമ്മളാണ് കാന്താര, നമ്മളാണ് ഋഷഭ് ഷെട്ടി. ഓക്കെ, എന്നാ അതേ തീർന്നു. അന്നേരം നമ്മുടെ മൈൻഡ് കട്ടായി പിന്നെ നമ്മൾ ആ ഒരു ഇതായി ക്യാരക്ടറായി മാറി പോകുന്ന ഒരവസ്ഥയാണ് ഈ റീൽസിലൊക്കെ കാണുന്ന ഒരു സംഭവം. അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും സിനിമ കണ്ടു അല്ലെങ്കിൽ ട്രെയിലർ കാണുമ്പോഴത്തേക്ക് ബോധം കെട്ട് വീഴുന്നു, ബാധ കയറുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ഒരു ബാധം കയറാനൊന്നും പോണില്ല. അതിനൊക്കെ വ്രതം എടുത്ത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വ്രതവും അതിന്റെ ആ ഒരു എന്താ, നമുക്ക് ഇപ്പോ ഈ കാവടി തുള്ളുന്ന കാര്യം മറ്റേ കാർത്തിക് സൂര്യ വ്ലോഗിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാവടി തുള്ളുക എന്ന് പറഞ്ഞാൽ വെറുതെ കയറുന്നതല്ല. പുള്ളി ഇത്ര ദിവസം ആ ഒരു കാവടി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഫുള്ള് ഡിവോഷണൽ വൈബിൽ നിന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുള്ളിയുടെ കൂടെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിന്റെ ആ കാവടിന്റെ വീഡിയോയും കാവടി കഴിഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് അന്ന് ഫുള്ള് അമ്പലത്തിന്റെ ഒരു വൈബിലായിരിക്കും. അതായത് രാവിലെ അമ്പലത്തിൽ നിർമ്മാലയം തൊട്ട് എല്ലാ വൈകിട്ട് പൂജ ദീപാരാധന വരെ അമ്പലത്തിൽ ഇങ്ങനെ കറങ്ങി നമ്മൾ ആ ഫുള്ള് മൈൻഡിൽ നമ്മുടെ ഡിവോഷണൽ മൈൻഡായി ലാസ്റ്റ് കാവടി തുള്ളുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടും. ചിലവർക്ക് അനുഗ്രഹം കിട്ടാതെ വെറുതെ തുള്ളുന്നു എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ഇത് കിട്ടുന്ന ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അതിലായി നമ്മൾ അതായി ചിന്തിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ഒരു എനർജി വന്ന് നമ്മൾ കാവടി തുള്ളി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ശൂലം കുത്തുമ്പോൾ നമുക്ക് വേദന അറിയുന്നില്ല എന്ന് പറയും. നാക്കിലും ഇവിടെ ഇങ്ങനെ കവിളിലൊക്കെ ശൂലം കുത്തുന്നു, നാക്കി കുത്തുന്നു, വലിയ ശൂലം കുത്തുന്നു, ചെറുത് കുത്തുന്നു, അങ്ങനെ പലരും കുത്തുന്നുണ്ട്. പക്ഷെ അവരോടൊക്കെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ശൂലം കുത്തിയിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചാൽ അത് കുത്തിയോ കാണിച്ചില്ല, ആ നാക്കിലും കണ്ട കുത്തി. അപ്പൊ കാണിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ കാണിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ആ ഫീലിംഗ് എന്ന് ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മളോട് +2 പഠിച്ചൊരു കൂട്ടുകാരനാണ്. അപ്പൊ അവൻ പറഞ്ഞു നമുക്കത് അറിയത്തില്ല, വേദന പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. ഇതും അത് തന്നെയാണ് പറയാനുള്ളത്. ഒരു മൈൻഡ് സെറ്റാണ് ഓരോരുത്തരുടെ. പിന്നെ ഇതിന്റെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ കുറെ സംസാരിക്കാനുണ്ട്. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയാത്തോണ്ട് ഞാൻ അധികം ബഹളവും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. എന്തായാലും അത് സിനിമോട്ടോഗ്രാഫി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആരാന്നൊന്നും നോക്കിയിട്ട് കൈസ്. അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഒന്നും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മളപ്പോ ബോധത്തിൽ വന്നിരിക്കുക റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് കാരണം ലോഡ് ആകുന്നില്ല കേട്ടോ. അവിടെ ലോഡായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഡയറക്ടർ ബൈ ഋഷഭ് ഷെട്ടിയാണ്. ഋഷഭ് ഷെട്ടിയാണ്. പ്രൊഡ്യൂസർ വിജയ് കിരൺ ഗണ്ടൂർ അല്ലെങ്കിൽ ചലുവ ഗൗഡ, അതായത് ഹുബ്ലി ഫിലിംസ്. പിന്നെ സ്റ്റാറിംഗ് ഋഷഭ് ഷെട്ടി, ജയറാം, രുക്മിണി, വസന്ത്, ഗുൽഷൻ ദേവൈ, പിന്നെ ആർക്കെയോ കുറെ പേരുണ്ട്. അത് നടിയുടെ പേരാണോ? രുക്മിണി കുൽഷന്ത്, ആ നടിയുടെ പേരാണെന്ന് തോന്നുന്നു, രുക്മിണി കുൽഷന്ത്. പിന്നെ മ്യൂസിക് ബൈ അജ്നീഷ് ലോക്നാഥ്. മ്യൂസിക് ഒരു രക്ഷയില്ല, അജ്നീഷ് ലോക്നാഥ്, അങ്ങനെ തന്നെയല്ലേ, അജനീഷ് ലോകനാഥ്. എഡിറ്റഡ് ബൈ സുരേഷ് മല്ലായി. മല്ലയ്യാണോ? മല്ലയ്യ എന്നാണോ? സുരേഷ് മല്ലയ്യ എന്നാണോ മള്ളായയാണോ? എല്ലാം തമ്മിൽ തെലുങ്ക്, ഐ മീൻ കന്നഡ പേരാണ്. എഡിറ്റിങ്ങും പൊളിയാണ്, മ്യൂസിക്കും പൊളിയാണ്. പ്രൊഡക്ഷൻ ഹോബിലി ഫിലിംസ്.
ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ വേറെ കണ്ടടി. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എഡിറ്റർ അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഒക്കെ പോകുന്നത്. കാസ്റ്റിംഗിൽ കുറെ പേരുണ്ട്. എന്തൊക്കെയായിരുന്നു? ഋഷഭ് ഷെട്ടി ഉണ്ട്, ജയറാം ഉണ്ട്, രുക്മിണി വസന്താസ്, പ്രിൻസസ് കനകവതി. അതായത് ആ പ്രിൻസസിന്റെ പേരാണ് കനകവതി. അപ്പൊ പുള്ളിക്കാരിയാണ് രുക്മിണി വസന്ത്. അതായത് നമ്മുടെ മദ്രാസിലുള്ള നായിക തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. മദ്രാസി കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അത് നല്ല കിട്ടും പറയാം കേട്ടോ. കുൽഷന്ത് ദൈവ, അതായത് മറ്റേ ജയറാമിന്റെ മോനായിട്ട് അഭിനയിക്കുന്നത്, അതായത് ഇളയ രാജകുമാരൻ, അങ്ങനത്തെ രാജാവായിട്ട് രണ്ടാമത് തന്നെ രാജാവ് കുൽഷൻ ദേവനാഥ്. അയാൾ കൊള്ളാൻ കേട്ടോ, നല്ല കോമഡിയാണ്. ലാസ്റ്റ് ഒരു സീരിയസ് ആവുന്നുണ്ട് പുള്ളി. അങ്ങനെ രീതിയിലാണ് പോകുന്നത്. ഓക്കെ. പ്രമോദ് ഷെട്ടി, ഭോഗേന്ദ്ര ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരു പുള്ളിയുണ്ട്, ഭോഗേന്ദ്ര എന്നും പറഞ്ഞ പുള്ളിയുടെ പേരാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പ്രമോദ് ഷെട്ടി. പുള്ളി ഒരു രക്ഷയില്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി. പിന്നെ ബൊപ്പ എന്ന് പറഞ്ഞൊരു പൊക്കം പറഞ്ഞു വെച്ചാൽ എനിക്ക് ആ പുള്ളി മരിച്ചു പോയി തോന്നുന്നു. നവീൻ ഡി പടിയിലാണോ ആ പടിയിൽ. അപ്പൊ ആ പുള്ളിയാണെന്ന് തോന്നുന്നു മരിച്ചു പോയത്. അതായത് ബൊപ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അതില്, ഒരു പൊക്കം പറഞ്ഞ മനുഷ്യനായിട്ട്. അങ്ങേര് മരിച്ചു പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ പുള്ളിയാണ് ആ പടത്തിന്റെ ഇടയ്ക്ക് മരിച്ചെന്ന് പറയുന്നത്. ഇങ്ങനെ കുറെ പേരുണ്ട്. അതാ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് നമ്മളതിനകത്തുള്ളവരുടെ എല്ലാവർക്കും ഒരു റോളും ഉണ്ട്. അവർക്ക് അവരുടേതായ കുറെ റോളുകളുണ്ട്. അതിനകത്ത് വരുന്ന ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറിന് പോലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എഡിറ്റും തൊഴുന്ന രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത് എല്ലാം. അതായത് ഋഷഭ് ഷെട്ടിയുടെ ആ ഡയറക്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ടിങ്ങിന് തന്നെയായിരിക്കും ആ സപ്പോർട്ടിങ് റോൾ എന്ന രീതിയിലല്ലാതെ അവർക്കും ഒരു ക്യാരക്ടർ വെച്ച്, അവർക്കൊരു കഥ വെച്ച്. പിന്നെ അതായത് അങ്ങേരുടെ അച്ഛനായിട്ട് ബർമ്മ ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടർ ബർമ്മയെന്നാണ്, ബർമ്മ. അപ്പൊ പുള്ളിന്റെ അമ്മയായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. പിന്നെ വേറെ ഫൈറ്റ് ചെയ്യുന്നൊരു പെണ്ണൊക്കെ ഉണ്ട്. ഇപ്പൊ മോഡി എന്നതൊക്കെയാണ് അത് കാണിച്ചു വെച്ചിരുന്നത്. ഫസ്റ്റ് ഋഷഭ് ഷെട്ടി എൻട്രി കാണിക്കുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതിലൊരു പെണ്ണൊക്കെ വരുന്നുണ്ട്. അയ്യോ അതൊക്കെ എന്ത് ഫൈറ്റാണ് അത് വെച്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ഒന്നല്ല 2 പെണ്ണുങ്ങളുണ്ട്. അവരുടെയൊക്കെ പേരെങ്കിൽ അറിഞ്ഞുകൂടാ. കാരണം അവരും ചെയ്തിരിക്കും, അവരുടെയൊക്കെ ഫൈറ്റാണ് അതിനകത്ത്. ആ ഫൈറ്റ് ഒക്കെ എടുത്ത് വെച്ചിരിക്കണം കാണണം. അതായത് ഫൈറ്റ് ഫോറിയോഗ്രാഫി ഒക്കെ ഒരു രക്ഷയില്ല. ഫൈറ്റ് ആരാ ചെയ്തതെന്ന് എനിക്കറിയണം. മ്യൂസിക്, മാർക്കറ്റ്, റിലീസ്, ഇതിനകത്ത് ഫൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഫൈറ്റ് കൊറിയോഗ്രാഫി ബൈസ് ഇപ്പൊ ബോക്സ് ഓഫീസില് 162 കോടി അടുപ്പിച്ച് ഇപ്പൊ ആയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഫിലിം സ്റ്റണ്ട് ആരാ ചെയ്തെന്ന് എനിക്കറിയണം. കാസ്റ്റ്, പ്രൊഡക്ഷൻ, മ്യൂസിക്, മാർക്കറ്റ്, റിലീസ്, റിസപ്ഷൻ, റെഫറൻസ്, ഫൈറ്റ് ആരാടാ ചെയ്തിരിക്കുന്നത്? ഫൈറ്റ് ഇതിന്റെ ടെക്നിക്കൽ ടീമിനെ കിട്ടി. സിനിമാറ്റോഗ്രാഫി അരവിന്ദ് എസ് കശ്യപ്. എനിക്ക് തോന്നുന്നു പുള്ളിയാണ് സൂഫ്രം സോയ്ക്കകത്ത് എന്താ ചെയ്തിട്ടുണ്ട്. പുള്ളിയാന്ന് തോന്നുന്നു അതിന്റെ സിനിമാറ്റോഗ്രാഫി. സൂഫ്രം സോയുടെ സിനിമാറ്റോഗ്രാഫിയുടെ ഡയറക്ടറാണ് അരവിന്ദ് കശ്യപ്. ആ പേര് ഞാൻ എവിടെ കേട്ട പോലെ തോന്നി. അരവിന്ദ് കശ്യപ് എന്ന് പറഞ്ഞ ആളാണ് സിനിമാറ്റോഗ്രാഫി. ആർട്ട് ഡയറക്ടർ, പ്രൊഡക്ഷൻ ഡിസൈനർ ധരണി ഗംഗപുത്ര. സൗണ്ട് ഡിസൈനിങ് ആൻഡ് എഡിറ്റിംഗ് രാജു ആൽബർട്ട്, ശ്രീഹരി BR ആൻഡ് അരുൺ എസ് മണി. ഇവരാണ് സൗണ്ട് ഡിസൈനിങ്. വിഷ്വൽ എഫക്ട് അതായത് VFX ചെയ്തിരിക്കുന്നത് സാഹിർ ബൈജാപൂർ ആൻഡ് രാഹുൽ B ഗോപാലകൃഷ്ണൻ ആൻഡ് അതേഴ്സ്. കോസ്റ്റ്യൂം ഡിസൈനർ പ്രഗതി ഷെട്ടി. ആക്ഷൻ കൊറിയോഗ്രാഫർ വിക്രം മോർ. ആക്ഷൻ കൊറിയോഗ്രാഫർ അതായത് സ്റ്റണ്ട് ഫൈറ്റ് വിക്രം മോർ. പുള്ളിക്ക് ഒരു സ്പെഷ്യൽ ഷൗട്ട് ഔട്ട്. അതുപോലെ സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, VFX എല്ലാവരുടെ പേര് ഇങ്ങനെ എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പണി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് കമ്പോസർ B അജനീഷ് ലോകനാഥ്. മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, VFX ഇതാണ് ഒരു പടത്തിന്റെ മെയിൻ എന്ന് പറയുന്നത്. ഇതെല്ലാം അവര് പീക്കിൽ കൊണ്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. എഡിറ്റിംഗ് ആണെങ്കിൽ പീക്കില്, അല്ലെങ്കിൽ VFX പീക്കില്. അതുപോലെ അതിനകത്ത് ഒരു VFX ചെയ്തു വെച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ VFXനകത്തുണ്ട്, ചെയ്തിട്ടുണ്ട് കുറെ. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിന് എന്താണോ വേണ്ടത് അതിന്റെ പീക്കിൽ കൊണ്ടാണ് VFX ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പടത്തിന് ഇത്ര മതിയെങ്കിൽ അതിന്റെ പീക്കാണ് VFX ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ പീക്കാണ് എഡിറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരെ കട്ട്സീൻ പോകുന്നതാണേലും ഓരോ സീൻ ബൈ സീൻ ആണേലും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും അറിയാനായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് പോലും കുറെ സംസാരിക്കാൻ കാണും. ആസ് എ സാധാരണക്കാരനാണ് ഞാൻ പ്രസന്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒരു സിനിമയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ എത്രയായി 30 മിനിറ്റ് പറ്റി അരമണിക്കൂറിന് അടുപ്പിച്ച് ഏതാണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. റിവ്യൂ വീഡിയോ. തിരുവല്ല ബ്ലോഗ് വേറെ വീട്ടിൽ സെപ്പറേറ്റ് ബ്ലോഗായിട്ട് ഇപ്പൊ 30 മിനിറ്റ് അടുപ്പിച്ചാകാറായിട്ടുണ്ട്. 22-25 മിനിറ്റ് എങ്ങാണ്ടായിട്ടുണ്ട് ഇപ്പൊ തന്നെ വീഡിയോ. അപ്പം എന്തോരം പറയാനുണ്ടെങ്കിലും മതിയാവത്തില്ല. 1 മണിക്കൂർ വേണേലും ഈ പടത്തിനെ പറ്റി സംസാരിക്കാം, 2 മണിക്കൂർ വേണേലും സംസാരിക്കാം, ഒരു 3 മണിക്കൂർ വേണേലും സംസാരിക്കാം.
എത്ര മണിക്കൂർ വേണേലും കുറെ നേരം സംസാരിക്കാനുണ്ട് ഈ പടത്തിൽ. ഇത്രയാണ് എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് പറയാനായി നിന്ന് കഴിഞ്ഞാൽ ലെങ്ത് കൂടും. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ നിങ്ങൾ പടം കണ്ടുള്ളവരും നിങ്ങളും അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ ഇതുപോലെ റിവ്യൂ ഒന്നും ചെയ്യാറില്ല, ഫസ്റ്റ് ടൈമാണ് ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. ഞാൻ ചെയ്തതിന് വല്ല കുഴപ്പമുണ്ടോ പിന്നെ പറയാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കി ചെയ്തേക്കണ്ട, നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെതായ മിസ്റ്റേക്കുകളുണ്ട് നമുക്ക്. ഞാൻ ഇതായിരുന്നു പടത്തിന്റെ റിവ്യൂ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കേട്ടോളൂ. ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്തൊന്നും സംസാരിച്ചില്ല. ഞാൻ ജസ്റ്റ് ആ പടം കൊള്ളാൻ കണ്ടിരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞു പോകുന്നല്ലാണ്ട് ഒരു പടത്തിനെ പറ്റി ഇങ്ങനെയൊന്നും റിവ്യൂ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്നൊക്കെ സംസാരിച്ചാലും ഡീറ്റെയിൽ ആയിട്ട് മറ്റേ റിവ്യൂവേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ഇരുന്ന് പറഞ്ഞിട്ട് പോലുമില്ല. അപ്പം ഇങ്ങനൊരു പടം കണ്ടപ്പോൾ എന്നാ പറഞ്ഞേക്കാന്ന് വിചാരിച്ച് പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞപ്പോൾ കുറെ ലെങ്ത് കൂടിപ്പോയി കാണും. ഇനിയും ഉണ്ട് പറയാനായിട്ട്, കുറെയൊക്കെ സ്പോയിലറാണ്. ഞാൻ കുറെ സ്പോയിലർ പറഞ്ഞോന്ന് എനിക്കറിഞ്ഞൂടാ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, മസ്റ്റ് വാച്ച്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം ബൈ.